പറയുന്നുള്ളൂ. അല്ല, ഇതിനപ്പുറം ഒരു ജീവിതം ആവശ്യമാണ്. എങ്കിലേ ഈ ജീവിതത്തിനർത്ഥമുള്ളൂ, എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. ശിർക്ക് വെക്കാത്ത മനുഷ്യരായി ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. വിഷയത്തോട് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ കൂറ് പുലർത്താൻ സാധിച്ചോ എന്ന് എനിക്കറിയില്ല. ലളിതമായ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹുവേ, ഈ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ പഠിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. മരണം രണ്ടു വിധത്തിലുണ്ട്. ഒന്ന് സലാം കെട്ട് മരിക്കുന്ന, സമാധാനത്തിന്റെ വർത്തമാനം കെട്ട് മരിക്കുന്ന മരണമാണ്. ഒരു കോപ്പയിൽ മറുകോപ്പയിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെ ലാഘവമാണ്. അല്ലാഹുവേ, എളുപ്പമുള്ള മരണം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഖബർ എന്ന് പറഞ്ഞത് എത്ര നല്ലവരാണെങ്കിലും ഒരു ഇടുക്കമുള്ള സ്ഥലമാണ്. അല്ലാഹുവേ, ആ ലോകത്ത് ഞങ്ങൾക്ക് ഇടുക്കം കുറച്ചു തന്ന് നിന്റെ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് വേഗത്തിൽ ഉത്തരം പറഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിലും അവിടുത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് മുഹമ്മദ് നബിയാണെന്ന് മറുപടി പറയാൻ സാധിക്കുന്ന ഒരു ഖബർ ജീവിതം നൽകി ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ, ജേട്ടന്മാർ, അനിയന്മാർ, മക്കൾ പലരും ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവിടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ പോകുന്ന സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, തൊണ്ടവേദനയും നെഞ്ചുവേദനയും ഒന്നും പ്രശ്നമാക്കാതെ അല്ലാഹുവേ, ഞങ്ങളുടെ പ്രബോധകന്മാർ, പണ്ഡിതന്മാർ രാപ്പകലുകൾ യാത്ര ചെയ്ത് ദീനീ പ്രവർത്തന, പ്രബോധന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് റബ്ബേ നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മുൻഗാമികൾ പലരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. ഈ തൗഹീദിന്റെ വെളിച്ചം കിട്ടാൻ ഇന്ന് പടർന്ന് പന്തലിച്ച് പൂവിട്ട് കായ്ച്ചു നിൽക്കുന്ന തൗഹീദ് എന്ന വൃക്ഷത്തിന്റെ തണലിൽ ഇരുന്ന് വിശ്രമിക്കുന്നവരെ, ഒറ്റയാൽ പടയോട്ടം നടത്തി നമ്മോട് വിട്ടുപിരിഞ്ഞു പോയവർ, ആരാരുമില്ലാതെ ഒരു സൈക്കിളിൽ യാത്ര ചെയ്തു വന്ന് കാലം കെട്ടി പ്രസംഗിച്ചവർ, മണിക്കൂറുകളോളം തീപ്പെട്ടിക്കൊള്ളി ഒരതി വീട്ടിലേക്ക് തിരിച്ചുപോയ ഉമർ മൗലവിയെ പോലെയുള്ളവർ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ശീതീകരിച്ച റൂമില്ലാത്ത കാലത്ത് അല്ലാഹുവേ, ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ റൂമിലിരുന്ന് ഈ ദീനീ പ്രവർത്തനങ്ങളുടെ ആലോചനകൾ നടത്തി ഈ സത്യസന്ധമായ തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി ഏറും അതുപോലെ തന്നെ മാലപ്പടക്കങ്ങൾ, പൊട്ടിക്കുന്ന മാലപ്പടക്കങ്ങൾ കഴുത്തിൽ ചാർത്തിയപ്പോഴും അല്ലാഹുവേ, ഇവർക്ക് മാപ്പ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചവരും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പണ്ഡിതന്മാർ, അല്ലാഹുവേ, അവർക്ക് നീ തക്കതായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഈ ആള് കുറഞ്ഞ പ്രദേശത്ത് ഇത്രയും ആളെ ഒരുമിച്ച് കൂട്ടി ഇങ്ങനൊരു ഹദീസ് സെമിനാർ നടത്താൻ അല്ലാഹുവേ, ഇതിനോടി നടന്ന സംഘാടകർക്ക് നീ തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഏതോ ഒരു മനുഷ്യന്റെ കീഴിൽ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇതിന് സൗകര്യപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹത്തിന് മനസ്സ് നൽകി അല്ലാഹുവേ, തക്കതായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ഓരോരുത്തർക്കും കഴിയുന്ന സാന്നിധ്യവും സഹായവും സാമ്പത്തികവുമായ നിലക്ക് സഹായങ്ങൾ നൽകി ഈ പ്രബോധന സംഘത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നീ ഞങ്ങൾക്ക് സഹായം നൽകണേ അല്ലാ. സത്യസന്ധമായി ദീന് പറയുന്ന സലഫികളെ കുറിച്ച് തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ വിലസിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് അല്ലാഹുവേ, സത്യസന്ധമായി മുഖം മൂടികൾ മാറ്റിവെച്ച് സമൂഹത്തിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളും സ്വഭാവവും എന്താണ് എന്ന് ബോധ്യപ്പെടാനും ബോധ്യപ്പെടുത്തുവാനുമുള്ള സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. ആരോടും വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, ഹിഡൻ അജണ്ടകളില്ലാതെ, രഹസ്യ അജണ്ടകളില്ലാതെ നിന്റെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു സംഘത്തെ നീ സഹായിക്കണേ അല്ലാ. ബദറിന്റെ രണാങ്കണത്തിൽ മുട്ടുകാൽ കുത്തിവെച്ച് അല്ലാഹുവേ, ഇൻ തുഹ്ലികാദിൽ ഇസാബ ലൻ തുഅബദ ഫിൽ അർളി അബദ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ച് കളഞ്ഞാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സംഘം ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവേ, ഈ കൊച്ചു സംഘത്തെ തടസ്സം വെക്കാൻ, മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ നിന്ന് ഈ സംഘത്തെ നീ വഴുതി മാറ്റി അല്ലാഹുവേ, ദഅവത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم خلص قلوبنا من الرياء، اللهم خلص قلوبنا من النفاق، اللهم خلص قلوبنا من الشرك والكفر. آمين آمين برحمتك يا أرحم الراحمين.